ശശികല ടീച്ചർ കഴിഞ്ഞ തവണ പ്രതികരിച്ചപ്പോൾ അരുണിന്റെ പേര് എടുത്തു പറഞ്ഞു. കാരണം ടീച്ചറെ ബലമായി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ പമ്പയിൽ വെച്ച് അരുണിനെ കണ്ടപ്പോൾ, ജനത്തിന്റെ ക്യാമറ കണ്ടപ്പോഴാണ് എനിക്കൊരു ആശ്വാസം ഉണ്ടായത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും. എന്തായാലും നമുക്കൊന്ന് അതിലേക്ക് പോകാനിൽ ശശികല ടീച്ചർ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്, ഗോകുലിനൊപ്പം. ഗോകുൽ, എത്രത്തോളം വലിയ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം, അതിലുപരി ഇതൊരു ശക്തമായ ഒരു ആത്മവിശ്വാസത്തിന്റെ കൂടി ഒരു ഏടായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി. എത്രത്തോളം വലിയ ആവേശത്തിലാണ്? ശ്യാം, തീർച്ചയായിട്ടും ടീച്ചർ എന്നോടൊപ്പം തന്നെയുണ്ട്. ശശികല ടീച്ചറുണ്ട് കൂടെ. ടീച്ചറിനോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാൻ തോന്നുന്നു. ടീച്ചർ വീണ്ടും പന്തളം ഒരു മഹാസംഗമത്തിന്, ഒരു വിരാട ഹിന്ദു സംഗമത്തിന് വേദിയായിട്ട് മാറാനായിട്ട് തുടങ്ങുകയാണ്. തീർച്ചയായും വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഒരു ഭരണകൂടത്തിൻ്റെ മുഴുവൻ മെഷീനറിയും ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പാളിപ്പോയൊരു സംഗമം നമ്മൾ കണ്ടു. പക്ഷേ ഇന്ന് അഭിമാനവും സന്തോഷവും തോന്നാൻ കാരണം, ഇപ്പം ഞാൻ ചെങ്ങന്നൂർ സേവാ കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത്, VHPയുടെ. ഇപ്പം തന്നെ അന്ന് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞതിൽ വന്നതിനേക്കാൾ കൂടുതൽ പ്രതിനിധികൾ കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇത് യഥാർത്ഥ ഭക്തർ സന്തോഷം കൊണ്ട് അവർ നെഞ്ചേറ്റിയ ഒരു സംഗമമാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ ആഗ്രഹപ്രകാരമുള്ള ഒരു സംഗമമാണ് ഇവിടെ നടക്കുന്നത്. കാരണം 2018 ആ മുറിപ്പെടുത്തുന്ന ഓർമ്മകൾ അത് ഇനിയും തുടരുമോ എന്നൊരു ഭയം. കാരണം ഇപ്പോൾ ശബരിമലയിൽ കേരള സർക്കാർ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതേതായാലും നല്ലതിനാകില്ല എന്നാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശബരിമല വികസനം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഭക്തി അല്ലെങ്കിൽ വിശ്വാസം, ആചാരം ഇവയെ അട്ടിമറിക്കാനുള്ള പരിശ്രമമുണ്ടോ? അത് അയ്യപ്പ ഭക്തരുടെ സുരക്ഷയെ ബാധിക്കുമോ? ഇങ്ങനെയൊക്കെ ഭയക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിനൊക്കെ ഒരു പരിഹാരം വേണം എന്ന് വിചാരിച്ച് നമ്മളിവിടെ ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നത്. 3 വിഷയങ്ങളിലാണ്: വിശ്വാസം, വികസനം, സുരക്ഷ. ഈ 3 കാര്യങ്ങൾ അയ്യപ്പ ഭക്തരെ ഊന്നിക്കൊണ്ട് അവർക്ക് അവരുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ശബരിമലയിൽ വികസനം വേണം. അവർക്ക് കാരണം കുടിവെള്ളമോ പ്രാഥമിക കാര്യങ്ങളോ ഇത് വേണം. കല്ലുമുള്ളും കാലുക്കും എത്ത എന്ന് പറയുന്നു വരുമ്പോഴും അത്യാവശ്യ സൗകര്യങ്ങൾ വേണം. അത്യാവശ്യമേ വേണ്ടു. പഞ്ചനക്ഷത്ര ഇപ്പോൾ പമ്പയിൽ ഒരുക്കിയതുപോലെ മുഖ്യമന്ത്രിക്കൊക്കെ മരാമത്ത് ഭവൻ ഒരുക്കി കൊടുത്ത പോലുള്ള പഞ്ചനക്ഷത്ര സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല. മിനിമം സൗകര്യങ്ങൾ അവർക്ക് വേണം. അതോടൊപ്പം സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം ഓരോ ക്ഷേത്രത്തെയും നശിപ്പിക്കാൻ എത്ര വലിയ ഗൂഢാലോചനയാണ് നടക്കുന്നതെന്ന് ധർമ്മസ്ഥലയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അത് വലിയ ബുദ്ധികേന്ദ്രങ്ങളിൽ നിന്നാണ് നടക്കുന്നത്. അപ്പോൾ ശബരിമലയുടെ സുരക്ഷയൊക്കെ ഈ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ രംഗത്തെ വിദഗ്ധരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ സാമുദായിക സംഘടനകളുടെ മുഴുവൻ പിന്തുണയോടുകൂടി വിവിധ സംസ്ഥാനങ്ങൾ വന്ന പ്രതിനിധികളുടെയൊക്കെ കൂടി ഇതിനോട് നമ്മൾ ആദ്യം സെമിനാർ നടത്തുകയാണ്. രാവിലെ 9 മണി മുതൽ സെമിനാർ നടക്കുകയാണ്. വൈകുന്നേരം 3 മണിക്ക് നമ്മുടെ ഭക്തസംഗമം, എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള ഭക്തസംഗമം നടത്തുകയാണ്. ഇത് തീർച്ചയായും കേരളത്തിൻ്റെ ഐശ്വര്യം അയ്യപ്പൻ തന്നെയാണ്. അയ്യപ്പൻ്റെ ഇതിലാണ് കേരളം എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാൻ പോവുകയാണ്. മുഴുവൻ ലോകത്തിൻ്റെയും ശ്രദ്ധ കേരളത്തിലേക്ക് ക്ഷണിക്കത്തക്ക വിധത്തിലുള്ള ഒരു സംഗമമായി അത് മാറും എന്ന് ഇപ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ ആത്മവിശ്വാസമായി കഴിഞ്ഞിരിക്കുന്നു. ഈ സമകാലിക കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയാണ് ഇങ്ങനെ ഒരു സംഗമം, ഇങ്ങനെ ഒരു പരിപാടിയല്ലേ? തീർച്ചയായും. കാരണം വിശ്വാസികളുടെ രക്ഷാകേന്ദ്രങ്ങൾ അവിശ്വാസികൾ കൈകാര്യം ചെയ്യുന്ന വൃത്തികെട്ടൊരു ഇടപാട് ഇവിടെയുള്ളൂ. അതിന് ഇവിടെ നിന്നൊരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. ആ പൊളിച്ചെഴുത്തിൻ്റെ തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഇത്ര കാലം അപഹസിച്ച ഗീതയുടെ ഒരു ശ്ലോകം ചൊല്ലിയതുകൊണ്ടൊന്നും മുഖ്യമന്ത്രിയെ ഭക്തനായി ഇവിടെ ആർക്കും അംഗീകരിക്കാൻ സാധിക്കില്ല. വീണ്ടും അയ്യപ്പ ഭക്തരെ ദ്രോഹിക്കാനുള്ള നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത്. കാരണം അല്ല എങ്കിൽ ഈ സംഗമത്തേക്കാൾ മുന്നേ വേണ്ടിയിരുന്നത് 2018 എടുത്ത കേസുകൾ പിൻവലിക്കുകയായിരുന്നു. കേസ് പിൻവലിച്ചില്ല. കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയിട്ടില്ല. അപ്പോൾ അവരൊന്നും മറന്നിട്ടില്ല, അവരൊന്നും മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ വീണ്ടും അയ്യപ്പ ഭക്തരെ ഇത്തരത്തിൽ കോമാളികളാക്കി മാറ്റുമ്പോൾ അതിന് തിരുത്താനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്ന് അയ്യപ്പ ഭക്തരുടെ ഒരു വിളംബരമായിരിക്കും ഇന്നിവിടെ നടക്കുന്നത്. എന്തിനായിരിക്കും ടീച്ചർ ഇങ്ങനെ ഒരു രാഷ്ട്രീയ നാടകം അവർ കളിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലുള്ളതാണോ അതോ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഇവർക്ക് പിന്നിലുണ്ടോ ഇങ്ങനെ അയ്യപ്പന്മാരെയൊക്കെ സംഘടിപ്പിക്കുന്ന പരിപാടി? ഗൂഢലക്ഷ്യങ്ങളില്ലാതെ ഒന്നും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യില്ലല്ലോ. അവരൊരു കാര്യം വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ നമുക്ക് 2 ഗൂഢലക്ഷ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, തെരഞ്ഞെടുപ്പ് എടുക്കുന്നു. ഹിന്ദു വോട്ടുകൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നൊരു വൃഥാ പരിശ്രമം എന്നേ പറയുന്നത്. അതൊരിക്കലും തിരിച്ചു വരില്ലേ ഇനി. അതൊരു വൃഥാ പരിശ്രമം. പിന്നെ 2, ആഗോള മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പണമിറക്കിക്കൊണ്ട് ശബരിമലയെ ഒരു പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിലേക്ക് മാറ്റി അവർക്ക് മുതൽ മുടക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. എന്നാലേ ഇവർക്ക് കമ്മീഷൻ അടിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി മിനിഞ്ഞാന്നത്തെ പാളിപ്പോയ സംഗമമാണെങ്കിലും അത് കഴിഞ്ഞതും ഹെലികോപ്റ്റർ, ഞാൻ TV റിപ്പോർട്ട് ചെയ്തിരുന്നു, ഹെലികോപ്റ്റർ സർവീസ് തുടങ്ങാനുള്ള ആലോചന ഹൈക്കോടതി വിലക്കിയ കാര്യമാണ്
അവിടുത്തെ ഹെലികോപ്റ്റർ സർവീസ്. അപ്പോൾ ഇതടക്കം പല കാര്യങ്ങളും അവിടെ നടപ്പിലാക്കാൻ അവർ ഉദ്ദേശിക്കുന്നു. അതിന് ഞങ്ങൾക്ക് ഭക്തരുടെ പിന്തുണയുണ്ട് എന്ന് കാണിക്കാനായിരുന്നു ഉഡായിപ്പ് സംഗമം അവിടെ നടത്തിയത്. അത് പാളിപ്പോയതോടുകൂടി പിന്മാറുന്നതാണ് സർക്കാരിന് ബുദ്ധി എന്നേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ വേദി, പമ്പയിൽ നടന്ന ആ വേദി എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ വിരുദ്ധരുടെ ഒരു കൂട്ടായ്മയായിട്ട് തോന്നി എനിക്ക്. കാരണം സനാതനധർമ്മം ഉന്മൂലനം ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ട് തമിഴ്നാട് മന്ത്രി ഉണ്ടായിരുന്നു പി കെ ശേഖർ ബാബു, സിമി നേതാവ്, മുൻ സിമി നേതാവ് കെ ടി ജലീൽ ഉൾപ്പെടെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് വേദിയിലേക്ക് വിളിച്ചിരുന്നത്. അല്ല, കിട്ടിയവരെ വെച്ച് നടത്തുകയാണ്. കാരണം അയ്യപ്പ ഭക്തർ ചെല്ലില്ല അങ്ങോട്ട്. ഇപ്പം അവിടെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഈ ഒഴിഞ്ഞ കസേരകൾക്ക് ന്യായീകരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ നോക്കിയാലേ കാണായുള്ളൂ. കസേര നിറഞ്ഞിട്ടുണ്ട് എന്നാണ് ഗോവിന്ദ മാഷൊക്കെ പറഞ്ഞത്. പക്ഷേ സാധാരണക്കാരൻ നോക്കിയാൽ കസേരയിൽ ആളിരിക്കുന്നത് കാണില്ല. അവർ ഇൻവിസിബിളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യം എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരുന്നത്? വലിയ കേഡർ സംവിധാനമുള്ളൊരു പാർട്ടിയല്ലേ. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഒരു ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ആൾ വരണമെന്ന് പറഞ്ഞാൽ ആ കസേര നിറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കത് പറയാൻ സാധ്യമല്ല. കാരണം പത്തനംതിട്ട ഉള്ളവർ അവർ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അയ്യപ്പ ഭക്തരാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിളിയെ കമ്മ്യൂണിസ്റ്റുകാർ പോലും കേട്ടില്ല. അത് നമ്മൾ നവോത്ഥാന മതിലിൻ്റെ സമയത്തും കണ്ടു. മതിൽ പൊളിഞ്ഞു കിടക്കുകയായിരുന്നു പല ഭാഗത്തും. അതുപോലെ തന്നെ യുവതീ പ്രവേശനത്തിന് അവർ ഇത്രയും മാനാങ്കൂത്ത് കാട്ടിയിട്ടും ഒരു SFIക്കാരിയെ പോലും കിട്ടിയില്ല. ശബരിമലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് SFIയിലൊരു കുട്ടിയെ പോലും അവർക്ക് കിട്ടിയില്ല. ഏതോ അവരുമായി ഒരു ബന്ധം, ഒരു പക്ഷേ അവരെ പോലും തിരിഞ്ഞു കൊത്താവുന്ന ചില ആക്ടിവിസ്റ്റുകളെയാണ് വലിച്ചു കൊണ്ടുവന്നത്. ഒരു SFIക്കാരോ ഒരു DYFIക്കാരോ ഒരു ജനാധിപത്യ മേള അസോസിയേഷൻകാരോ ഒരു CITUവിലെ വനിതാ പ്രതിനിധിയോ അവർക്ക് ശബരിമലയിൽ ആചാരം ലംഘിക്കാൻ കിട്ടിയില്ല. കാരണം അതാണ് കേരളത്തിൻ്റെ മനസ്സ്. അപ്പോൾ ആ കേരളത്തിൻ്റെ മനസ്സ് തിരിച്ചറിയാതെയാണ് ഇതുപോലുള്ള വിഡ്ഢിവേഷങ്ങളൊക്കെ കെട്ടിയത്. സനാതനധർമ്മത്തെ നശിപ്പിക്കാം എന്നത് അവരുടെ വ്യാമോഹം മാത്രമാണ്. സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചവർ അവസാനം ഗീതാശ്ലോകത്തിൽ വന്നു നിന്നു. ശബരിമാതാവിൻ്റെ കഥ എടുത്തു പറഞ്ഞു. ശബരിമലയുടെ പുണ്യം എടുത്തെടുത്ത് പറഞ്ഞു. മുന്നിലും പിന്നിലും കയ്യിലും കരളിലും അയ്യപ്പനായിട്ട് അങ്ങനെ നിൽക്കുന്ന മഹനീയമായ കാഴ്ച നമ്മൾ കണ്ടു. ഒന്നുകൂടി ഉറപ്പ് വന്നു, ഈ ധർമ്മം സനാതനമാണ്. ഒരസുരം വിചാരിച്ചാലും ഇത് നശിക്കില്ല എന്നുള്ളത്. ഒരു തരത്തിലൊരു കാലത്തിന്റെ മറുപടി ആയിരുന്നില്ലേ ടീച്ചർ? കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയാം. കാരണം ദൈവമില്ല എന്ന് പറയുന്നവർ, അയ്യപ്പൻ്റെ ജനനത്തെ അപഹസിച്ചവർ, തന്ത്രി കുടുംബത്തെ അപമാനിച്ചവർ, ആചാരങ്ങളെ അപമാനിച്ചവർ, അവർ അയ്യപ്പ വിഗ്രഹം ഏറ്റുവാങ്ങുമ്പോണ്ടല്ലോ അറിയാതെ ശരണം വിളിച്ചു പോയി. കാരണം ഇതാണ് സത്യം, ഇതാണ് സനാതന ധർമ്മം എന്നുള്ളത്. ഒരു കാര്യം കൂടെ, അവിടുത്തെ സംഗമത്തിൽ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ പങ്കെടുക്കേണ്ട ആളുകളായിരുന്നില്ല പങ്കെടുത്തത്. യഥാർത്ഥ ശബരിമലയായിട്ട് വിശ്വാസമുള്ള ബന്ധമുള്ള ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധമുള്ള ആളുകൾ, ഗുരുസ്വാമിമാർ, അവർക്കൊന്നും സ്ഥാനമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ സംഗമം ഒരു ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു യഥാർത്ഥ ഒരു പരിച്ഛേദമായി മാറുമല്ലോ? തീർച്ചയായും. കാരണം എനിക്ക് അത്ഭുതം തോന്നി. സർക്കാരിൻ്റെ സർവ്വ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയൊരു സംവിധാനത്തിൽ അവർ പറയുന്നു 26 സാമുദായിക സംഘടനകൾ നമുക്കറിയാമോ 26 പങ്കെടുത്തു. അത് അവരുടെ കണക്ക് എക്സഗ്രേറ്റ് ചെയ്ത കണക്കിൽ പോലും 26 പറഞ്ഞുള്ളൂ. കേവലം ഹിന്ദു ഐക്യവേദി ഒരു സാമുദായിക സംഘടനകളെ വിളിക്കുമ്പോൾ പോലും 200-200 സാമുദായിക സംഘടനകൾ പങ്കെടുക്കാറുണ്ട് ഓരോ ചെറിയ പരിപാടിയിലും. അത് ഇന്നും അവിടെ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. ഇതിൻ്റെ എത്രയോ ഇരട്ടി, ഉറപ്പ് പറയുന്നൊരു ശരിക്കും പറഞ്ഞ ഒരു 5-8 ഇരട്ടി സാമുദായിക സംഘടനകൾ ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. സെമിനാറിൽ തന്നെ പങ്കെടുക്കും. അവരെ പ്രതിനിധികളൊക്കെ എത്തിക്കഴിഞ്ഞു. വിവിധ സാമുദായിക സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവർക്ക് ആരെയാണ് സ്വാധീനിക്കാൻ സാധിച്ചത്? ഒരു വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഏതെങ്കിലും തരത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കണം എന്നുള്ളവരെ മാത്രമാണ് അവർക്ക് നിർബന്ധിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്. ബാക്കി ഒരാൾ പോലും അവരുടെ നിർബന്ധത്തിന് പോലും കാതു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും അവർ ചിന്തിക്കണം. അവരുടെ നയങ്ങൾ മാറ്റണം. ഇത് അവർക്ക് കണ്ണ് തുറപ്പിക്കാൻ ഒരു വഴിയാണ് എന്നാണ് പറയുന്നത്. കാരണം സാമുദായിക സംഘടനകളുടെ പ്രതിനിധികൾ വന്നില്ല, ആചാര്യന്മാർ വന്നില്ല. ആരെയൊക്കെയോ വേഷം കെട്ടിച്ച് 1-2 പേരോടെ കൊണ്ടിരുത്തി, അല്ലെങ്കിൽ 1-2 പേര് ചെന്ന് കാണും. ബാക്കി ആചാര്യന്മാർ വന്നില്ല. വിദേശ പ്രതിനിധികൾ വരുമെന്ന് പറഞ്ഞു. നമ്മളവിടെ ഒന്നും മഷിയിട്ട് നോക്കിയിട്ട് ആരെയും കണ്ടില്ല. ഒരുപക്ഷെ പാസ്പോർട്ട് കയ്യിലുള്ള ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കാം, മറ്റാരും അവിടെ വന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പൊളിഞ്ഞു പാളീസായ ഒരു പരിപാടി കേരളം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത് അവരുടെ കണ്ണ് തുറപ്പിച്ചിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് പറയുന്നത്. പന്തളത്തെ സംഗമത്തിൻ്റെ പ്രാതിനിധ്യം എങ്ങനെയൊക്കെ ആയിരിക്കും? പന്തളത്തെ ഇന്ത്യയിൽ നിന്ന് പ്രതിനിധികൾ ഉണ്ടായിരിക്കും. ഇന്ത്യക്ക് പരിമിതമായ സമയം കൊണ്ട് ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ളവർക്ക് എത്താനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ മനസ്സുകൊണ്ട് എല്ലാവരും കൂടെ ഉണ്ടാകും. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അതിനുള്ള പിന്തുണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ അവർ ഇതേ സമയത്ത് അവർക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയുമോ അത്തരം കാര്യങ്ങൾ അവർ ചെയ്യും. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികൾ ഉണ്ടായിരിക്കും. വിവിധ സാമുദായിക സംഘടനകളെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ടുണ്ടായിരിക്കും. കേരളത്തിലെ ആചാര്യന്മാരുണ്ടായിരിക്കും. അതായത് ശബരിമലയുടെ ആചാരവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടായിരിക്കും. ശബരിമലയെ പറ്റി ആത്മാർത്ഥമായി ചിന്തിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഇന്ന് അവിടെ എത്തിയിരിക്കും. ടീച്ചർ വളരെ നന്ദി ടീച്ചർ, രാവിലെ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ടീച്ചർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ട് ഇന്നത്തെ സംഗമത്തിൻ്റെ ആവശ്യകത അനിവാര്യത എന്താണ് എന്ന് ഹിന്ദു സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഇന്ന് വൈകിട്ട് എന്തായാലും പന്തളത്ത് നടക്കുന്ന മഹാസംഗമത്തിലും രാവിലെ നടക്കുന്ന സെമിനാറുകളിലും ഉണ്ടാകും. അത് സർക്കാരിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തോടുള്ള അവരുടെ നിഷേധാത്മക നിലപാടിനുള്ള മറുപടി കൂടിയായിട്ട് ഇന്നത്തെ ഹിന്ദു സംഗമം മാറുമെന്ന് തന്നെയാണ് ശശികല ടീച്ചർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്യാം.